നമസ്കാരം. ഒരുപാട് മെസ്സേജ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടാണ്. വളരെ ക്വിക്ക് ആയിരിക്കും. അതിപ്പം കേരളത്തിലുള്ള ആൾക്കാർ അറിയാൻ വേണ്ടിയാണ്. സോ ഫോർ ദ KSMC റിഗാർഡിംഗ് ആണ്, മനസ്സിലായി കാണും. കാരണം ഒരുപാട് മെസ്സേജ് ഇപ്പോൾ ഈ 5 മിനിറ്റ് മുമ്പ് എനിക്കൊരു മെസ്സേജ് വന്നായിരുന്നു റിഗാർഡിംഗ് KSMC ഇഷ്യൂ. ഡിപ്ലോമ എടുത്തു, KSMC എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, അതിനെപ്പറ്റി അന്വേഷിക്കാനാണ്. റൗണ്ട് 2 ആയിട്ടുള്ളൂ. ഇപ്പോൾ മിഡ് റാങ്കേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ട്രൈ ചെയ്യാം. മോപ്പപ്പ് ഉണ്ട്. പിന്നെ ഏതെങ്കിലും റൗണ്ടിൽ സീറ്റ് അലോട്ടഡ് ആയി ജോയിൻ ചെയ്തു എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് സ്ട്രെയിലൊന്നും പോകാൻ പറ്റത്തില്ല. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ആ ഒരു പാർട്ട് വിട്ടിട്ട് അടുത്തത് KSMCയിൽ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൻ്റെ ഇഷ്യൂ. ഇന്ത്യയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാതെ പക്ഷേ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ രജിസ്ട്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, പെർമനന്റ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ കേരളത്തിൽ എടുക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ അഡ്മിഷൻ കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൻ്റെ അവിടെ നിന്ന് രജിസ്ട്രേഷൻ എടുക്കണം. ഇപ്പോൾ ടെമ്പററി സ്റ്റഡി പീരീഡ് രജിസ്ട്രേഷൻ ആണ് തരുന്നത് ഫോർ ഇന്റേൺഷിപ്പ് ഇല്ലാത്തവർക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഈവൻ പെർമനന്റ് രജിസ്ട്രേഷൻ FMGs ആണെങ്കിൽ കൂടി പെർമനന്റ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ കൂടി അത് കഴിഞ്ഞിട്ട് അവരെ KUHC കൊണ്ട് കൊടുക്കണം. അവിടെ നിന്ന് പിന്നെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ് ഉണ്ട്, ഒരു 3-4 months ആവും. അപ്പം ആ ഒരു ഡിലേ പീരീഡ് ആണ് ശരിക്കും ഫസ്റ്റ് ഇയറിൽ നമുക്കുണ്ടാകുന്ന വലിയ പ്രശ്നം. ഇപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് KSMC ഒരു 7 മാസം ഡിലേ ഉണ്ടായി. KUHC എനിക്കൊരു 4-5 മാസം ഡിലേ ഉണ്ടായി. അതാണ് ഈ തീസസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ഉണ്ടായ ഇഷ്യൂസിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഇഷ്യൂസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഫൈനൽ ഇയർ എക്സാമിനേഷന്, MDയുടെ ഫൈനൽ ഇയർ എക്സാമിനേഷന് പെർമനന്റ് രജിസ്ട്രേഷൻ ഇല്ലാതെ എക്സാമിന്റെ റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്യത്തില്ല, ഹോൾഡ് ആക്കി വെക്കുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സത്യാവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഞാൻ തേർഡ് ഇയർ ആയി എക്സാം എഴുതിയാലേ മനസ്സിലാവത്തുള്ളൂ. കാരണം എൻ്റെ സ്റ്റേറ്റിൽ ഇപ്പോൾ നിൽക്കുന്നത്, ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന 1-2 പേരേക്ക് എനിക്ക് അറിയത്തുള്ളൂ. അവരാണെങ്കിൽ അത്ര നമ്മുടെ അടുത്ത് കാര്യങ്ങളൊന്നും വിട്ട് പറയുന്നുമില്ല. അതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. സോ ഞാൻ തേർഡ് ഇയർ ആയി കഴിയുമ്പോൾ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് അറിയത്തുള്ളൂ. പിന്നെ ഒരാൾ പറയുന്നത് ഇവിടെ പെർമനന്റ് രജിസ്ട്രേഷൻ ഇത് 3 വർഷം കഴിഞ്ഞ് MD കഴിയുമ്പോൾ നിങ്ങൾക്ക് പെർമനന്റ് രജിസ്ട്രേഷൻ തരുമെന്നാണ്. അതിലും എനിക്ക് ക്ലാരിറ്റി ഇല്ല. എനിക്ക് ഒരു തരത്തിൽ ഇതിന് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. പലരും എൻ്റെ അടുത്ത് ആർഗ്യൂ ചെയ്യുന്നുണ്ട്. അവർ KSMC ചോദിച്ചതിന് ശേഷം KSMC പറഞ്ഞു നിങ്ങൾക്ക് രജിസ്ട്രേഷൻ 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് പെർമനന്റ് രജിസ്ട്രേഷൻ തരുമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് രജിസ്ട്രാറുടെ അടുത്തും അവിടെയുള്ള ബാക്കി സൂപ്പർ സംസാരിച്ച സമയത്ത് എനിക്ക് ഒന്നും കിട്ടത്തില്ല, 3 വർഷം കഴിഞ്ഞ് എനിക്ക് പോകേണ്ടി വരുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. മേ ബി ഇനി എന്നോടുള്ള അവരുടെ ഒരു പേഴ്സണൽ ഒരു വൈരാഗ്യത്തിന്റെ പുറത്തായിരിക്കാം മേ ബി അങ്ങനെ അവർ പറയുന്നത്. സോ എന്നിരുന്നാലും അപ്പം എനിക്കിനി ഒരുപാട് കാര്യത്തിന് അങ്ങോട്ട് പോകണം. ഞാൻ ഈ പറയുന്നത് മൂലം അവർക്ക് എന്നോട് ഭയങ്കര ദേഷ്യമാണ് സത്യം പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതല്ല ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാതിരിക്കുക, കാരണം നിങ്ങൾക്ക് ഇനിയും ഇവിടെ വരേണ്ടതാണ്, അവർ ഇനിയും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ ഈ ഇടയ്ക്ക് ഞാൻ അറിഞ്ഞത് അവർ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ഒരു 7-5 മാസം എന്നൊക്കെ 5 to 7 month ഒക്കെ വരുന്ന ഡിലേ ഇപ്പോൾ ഒരു 3-4 monthനകത്തൊക്കെ അവർ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. ഇനിയും ബെറ്റർ ആവാറുണ്ട്. എന്തായാലും എനിക്ക് അനുഭവിച്ച കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പം ഇതാണ് കാര്യം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ എവിടെ നിന്നൊക്കെ തരുന്നു വെച്ചുകൊണ്ട് അത് എൻ്റെ അടുത്ത് വന്നിട്ട് ആർഗ്യൂ ചെയ്തിട്ട് ഒരു കാര്യമില്ല. എനിക്ക് അതിനെപ്പറ്റി ഒരു ധാരണയില്ല ഇൻ ദ സെൻസ് അവർ നമുക്ക് 3 വർഷം കഴിഞ്ഞ് പെർമനന്റ് രജിസ്ട്രേഷൻ തരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എൻ്റെ അടുത്ത് അവർ പറഞ്ഞ് തരത്തില്ല എന്നാണ്. അവർ നിങ്ങളടുത്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പേപ്പറിൽ എഴുതി മേടിക്കുക ഇപ്പം തന്നെ. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് പ്രശ്നമാവും. സോ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. പിന്നെ കേരളത്തിൽ എടുക്കണോ വേണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയാം. ഇപ്പം ഡൽഹിയിലും നോർത്തിലൊക്കെ വർക്ക് ചെയ്തവരാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറിയുടെ പാതിയാണ് ഇവിടെ മന്ത്ലി കിട്ടുന്നത് സ്റ്റൈഫൻഡ് ആയിട്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരട്ടി കിട്ടും. നിങ്ങളിപ്പോൾ ഒരു കപ്പിളാണെങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സെറ്റ് ആവും. 3 വർഷം കൊണ്ട് നല്ലൊരു ഫിനാൻഷ്യലി സെറ്റ് ആവും. ആൻഡ് അക്കാഡമിക്കലിയും റിസർച്ച് ഓറിയന്റേഷൻ എല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ അവിടെ എക്സ്പ്ലോഷർ കിട്ടും. പിന്നെ എല്ലാവരും പറയുന്ന കണക്ക് തന്നെ ഫുഡ്, കൾച്ചർ, ലാംഗ്വേജ് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എയർ പൊല്യൂഷൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നോർത്ത് നല്ലതാണ്, ബെറ്ററാണ് സൗത്തിനേക്കാളും. സോ ഇത്രയൊക്കെ എനിക്ക് പറയാൻ. ആരെങ്കിലും പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലായിട്ട് പറയുന്നത് കേരളം എടുക്കാതിരിക്കുക, മറ്റ് സ്റ്റേറ്റ് എടുക്കുക. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. നമ്മളിപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ ഒരു പ്രശ്നം ഞാൻ അറിഞ്ഞതിന് ശേഷം തന്നെ KUHS 2 മെയിൽ അയച്ചു, ഇങ്ങനെ എനിക്ക് ലാസ്റ്റ് എക്സാം എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ. ഇതുവരെ എനിക്ക് റിപ്ലൈ വന്നിട്ടില്ല. ഇപ്പം TCMCക്ക് KSMC കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എല്ലാവർക്കും അറിയാം, മെയിൽ അയച്ചാലോ ഫോൺ വിളിച്ചാലോ ഒരു റിപ്ലൈ വരത്തില്ല. അതാണ് തന്നെയാണ് KUHS. അപ്പോൾ നമുക്കൊരു പ്രശ്നം വന്നു, നാളെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ലോകത്ത് എവിടെ ഇരുന്നിട്ടും കാര്യമില്ല, ഡയറക്റ്റ് ഇവരുടെ ഫ്രണ്ടിൽ വന്നാൽ മാത്രമേ നമുക്ക് കാര്യം നടക്കൂ. സോ ഇത്രയേ ഉള്ളൂ കാര്യം. സോ ഇനിയും ഇതിന് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് KSMC ചോദിക്കുക. എൻ്റെ അടുത്ത് ആർഗ്യൂ ചെയ്തിട്ടോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. അതാണ് സത്യാവസ്ഥ. പിന്നെ ഞാൻ ജസ്റ്റ് പറയുന്നത് മൂലം ശരിക്കും എനിക്കാണ് പ്രശ്നം. ഞാനിപ്പോൾ ഒരു 5-6 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർ കേരളത്തിൻ്റെ പുറത്ത് പല ക്ലിനിക്കൽ PG എടുത്തെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് വെരി ഹാപ്പി. കാരണം
എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നത് ഞാൻ ഒരിക്കലും കെയർ എടുക്കത്തില്ലായിരുന്നു, കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട്. അപ്പം എടുത്തു, പ്രശ്നത്തിലകപ്പെട്ടു. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് കുറച്ച് പേരെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഐ എം സോ ഹാപ്പി. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മൈക്രോബയോളജി എടുത്തിട്ടുണ്ട് നോർത്തിൽ. അവരൊക്കെ സ്റ്റൈഫൻഡ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. അത് പറഞ്ഞാൽ ഒരു ഐഫോണിൻ്റെ ക്യാഷാണ് അവർക്ക് മന്ത്ലി കിട്ടുന്ന സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത്. അപ്പം അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. സോ ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഇനി എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാൻ കുഴപ്പമില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ഓവറോൾ പറഞ്ഞതാണ് ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ, കാര്യങ്ങൾ എന്നുള്ളത്. പിന്നെ ഈ പറയുന്ന കണക്ക് KSMC ഇങ്ങനെ പറഞ്ഞു, അവർ തരാമെന്ന് പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി മേടിക്കുക. അല്ലാതെ അവർ പറയുന്നത് കേട്ടിട്ട് കാര്യമില്ല. എനിക്ക് നവംബറിൽ തരാമെന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ എനിക്ക് കിട്ടിയത് മെയിലാണ്. സോ അവർ പറഞ്ഞ വിശ്വസിച്ചുകൊണ്ടെന്നിട്ട് വെച്ച് കാര്യമില്ല. അതാണ് സത്യാവസ്ഥ. താങ്ക്